കേറിവാടാ മക്കളയിലെ ലാസ്റ്റ് ചോദ്യം, 5ാമത്തെ ചോദ്യം. ഇതിന് ഉത്തരം നൽകി കഴിയുമ്പോൾ താങ്കൾക്ക് സവാരി ഗിരിഗിരി എന്ന അടുത്ത സ്റ്റേജിലോട്ട് കടക്കാൻ സാധിക്കും. അതിലൊരു സെലിബ്രിറ്റി ഗസ്റ്റ് വരും സഹായിക്കാൻ സുമേഷിന്. അപ്പം ഈ 5ാമത്തെ ചോദ്യം കൂടെ ശ്രദ്ധിച്ച് പറയാം. ഇതാ 5ാമത്തെ ചോദ്യം. അനിയത്തിപ്രാവ് എന്ന സിനിമയിൽ പ്രധാന വേഷം ചെയ്ത ഒരു നടൻ ഈ സിനിമയിൽ ചെറിയൊരു സീനിൽ വന്നു പോകുന്നുണ്ട്. ആരാണ് അയാൾ? സുധീഷ്, കൊച്ചിൻ അനീഫ, ഷജിൻ. ഓപ്ഷൻ എന്താ? ഒരു ചെറിയ വേഷത്തിൽ അനിയത്തിപ്രാവിൽ വന്ന ഒരാൾ ഇത് ഈ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യുന്നു. എ സുധീഷ്, ബി കൊച്ചിൻ അനീഫ, സി ഷജിൻ. സി ഓപ്ഷൻ ഷജിൻ. അതെ, ഷജിനെ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. എടുത്തിട്ട് ലോക്കെന്നല്ല, അങ്ങ് വെച്ച ഒരു പൂട്ടാണ്. ആ പൂട്ടിന്ന് അങ്ങനെ മാറാനൊന്നും പറ്റില്ല. അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയിൽ ബിജു മേനന്റെ ഒരു ക്യാരക്ടറുണ്ട്. പോലീസാണ്, കോൺസ്റ്റബിളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ആളിനെ ഇങ്ങനെ ബാക്കിൽ കൂടെ വന്ന് വരിഞ്ഞങ്ങോട്ട് മുറുക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ പോലും അയാൾക്ക് ആ പിടിയിൽ നിന്ന് വിടാൻ പറ്റില്ല. ആ പിടിയാണ് അയാളുടെ ഒരു ഇതാണ് ശക്തി. അപ്പോൾ ഷജിനെ ഞാൻ ആ പിടി പോലെ എടുത്തിട്ട് പൂട്ടിയിരിക്കുക, ഒറ്റ പിടി പിടിച്ചിരിക്കുക, ഇനി ഇറങ്ങാനേ പറ്റില്ല. അപ്പൊ സുമേഷേ, ഒരു ചെറിയ പാട്ട്. ഞാനല്ലേ ഇത്ര നേരം പാടി, ഇനി അവരൊരു പാട്ട് പാട്ടെ സാറേ. ഓ, എന്ത് സ്നേഹം ഭാര്യയോട്. എന്നാ വന്നാട്ടെ ഒരു പാട്ട്. ഏത് പാട്ടാ പാടുന്നേ? അമ്പലപ്പുഴ നല്ല സോങ് പാടും. ഒരു മൈക്കേ ഉള്ളു, ഇങ്ങനെ മാറ്റി മാറ്റി പടപടാന്ന് പിടിക്കണം കേട്ടോ. കുഴപ്പമില്ല, പണ്ടത്തെ നാടകത്തിലെ പോലെ ഒരു ക്യാരക്ടർ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്ത വരുമല്ലോ. അങ്ങനെ ശരി ശരി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. രണ്ടുപേരും നല്ല ജ്ഞാനസ്ഥരാണ് അല്ലേ? വെരി ഗുഡ്. കാരണം അതൊക്കെ ഈ പാട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എളുപ്പം കയറി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ശ്രുതി, താളം, അതിൻ്റെ ഭാവം, അങ്ങനെ അതൊക്കെ കണ്ടമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാട്ടിലോട്ട് കൈവയ്ക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഷജിൻ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്.